ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ് തോൽവിക്ക് പിന്നാലെ CPM LDF വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM സംസ്ഥാന സമിതിയിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും വിമർശനമുയരുകയാണ്. സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത്. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനമുണ്ടാകുന്നത് മറ്റ് ഘടകകക്ഷികളുടെ യോഗത്തിലൊന്നുമല്ല, CPM-ൽ തന്നെയാണ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിമർശനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവതരമാണ്. എന്തൊക്കെ വിമർശനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? തോൽവിയുടെ ആക്കം കൂട്ടാൻ കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്? പക്ഷേ സമീപകാലത്തൊന്നും തന്നെ CPM-ൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് CPM നീങ്ങുന്നത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM ഭരണവിരുദ്ധ വികാരം അല്ല ഈ തോൽവിക്ക് കാരണമെന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. ഇപ്പോൾ ഏതായാലും ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സമിതിയിൽ മുതിർന്ന നേതാക്കളടക്കം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPM അഭിമാന പദ്ധതിയായി LDF അഭിമാന പദ്ധതിയായി പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അഭിമാന നേട്ടമായി കണക്കാക്കിയിരുന്ന ക്ഷേമ പെൻഷൻ വിതരണമടക്കം മുടങ്ങിയിരുന്നു. ഇതെല്ലാം ഇത്തരത്തിൽ LDF-ന്റെ തോൽവിക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണം കേന്ദ്ര സർക്കാരാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി CPM-ന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സമിതിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉയർന്നത് താഴെ തട്ടിൽ പാർട്ടിക്ക് കൂടുതൽ സംഘടനാ ശക്തി ആവശ്യമാണ്. കാരണം പല മണ്ഡലങ്ങളിലും CPM-ന്റെ അല്ലെങ്കിൽ ഇടത് കോട്ടയിൽ നിന്ന് വരെ BJP-ക്ക് വോട്ട് ചോർച്ചയുണ്ടായി, അല്ലെങ്കിൽ BJP-ക്ക് അവിടെ കാര്യമായ വോട്ടിന് നേട്ടമുണ്ടാവുകയും എന്നാൽ കൃത്യമായ CPM-ന്റെ കേഡർ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം പല മണ്ഡലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയെ CPM-ഉം കാണുന്നത്. അതോടൊപ്പം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ചില നേതാക്കൾക്ക് നാക്കുപിഴ ഉണ്ടായിരുന്നു. അതും ഒരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു. ശരി സ്റ്റെഫിൻ, എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ തിരിച്ചടിയായി എന്ന് പറയുന്നു. ഒപ്പം പ്രാദേശിക തലത്തിൽ CPM-ന്റെ സംഘടനാ ശക്തി കുറച്ചുകൂടി കൂട്ടേണ്ടതുണ്ട്. കേഡർ വോട്ടുകൾ ഉൾപ്പെടെ നഷ്ടമായതിലെ വോട്ട് ചോർച്ച സംഭവിച്ചതിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നത്. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.